ഒരു കാലത്ത് ക്രിക്കറ്റ് ഗ്രൗണ്ടുകളിലെ ഹരമായിരുന്ന വിനോദ് കാംബ്ലി ഇന്ന് ആരോഗ്യവുമായി മല്ലിടുകയാണ്. തലച്ചോറിലുണ്ടായ രക്തസ്രാവത്തിൽ നിന്ന് താരം അതീവ ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്നു. പുകവലി നിർത്താത്തത് ഡോക്ടർമാരെ കാംബ്ലിയുടെ ആരോഗ്യനില സംരക്ഷിക്കുന്നതിൽ ആശങ്കയിലാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തും മുൻ അമ്പയറുമായ മാർക്കസ് കൂട്ടോയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. വിവരങ്ങളുമായി MS ഹരികൃഷ്ണൻ ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന്. ഹരി, നമുക്കറിയാം സച്ചിൻ ടെണ്ടുൽക്കറെ പോലെ ആ കാലഘട്ടത്തിൽ യുവാക്കളുടെയൊക്കെ ഹരമായിരുന്ന ഒരു വലിയ യുവതാരമായി വളർന്നു വന്നു. പിന്നീട് മറ്റു പല ദുശീലങ്ങളും കളത്തിന് പുറത്തും കളത്തിനകത്തുമൊക്കെ പല വിവാദങ്ങളും സൃഷ്ടിച്ച വിനോദ് കാംബ്ലി, അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മോശമാണെന്നറിയുന്നത് സ്വാഭാവികമായും ക്രിക്കറ്റ് ആരാധകരെ, കാംബ്ലിയുടെ ആരാധകരെ അടക്കം ഏറെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. എന്താണ് ഡോക്ടർമാർ നൽകുന്ന, ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം? അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? ടോം സൂചിപ്പിച്ച പോലെ തന്നെയാണ് 1990-കളിൽ സച്ചിനൊപ്പമുള്ള കമ്പാരിസൺ. 104 ഏകദിനങ്ങൾ, 17 ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ച വിനോദ് കാംബ്ലി, ദ ഫ്യൂച്ചർ ഓഫ് ഇന്ത്യൻ ക്രിക്കറ്റ് എന്ന് പോലും വിളിപ്പിച്ചുകൊണ്ടിരുന്ന വിനോദ് കാംബ്ലിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൺസിസ്റ്റൻസി, ഗ്രൗണ്ടിൽ പുറത്തുള്ള തർക്കങ്ങൾ, അകത്തെ പ്രശ്നങ്ങൾ, ഇതെല്ലാം കാരണം അദ്ദേഹത്തിൻ്റെ നഷ്ടപ്പെടേണ്ടി വന്നത് അദ്ദേഹത്തിൻ്റെ സ്വന്തം കരിയർ തന്നെയാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം ജീവിതം പോലും ഒരു വലിയ പ്രശ്നത്തിൽ നിൽക്കുകയാണെന്ന് പറയേണ്ടി വരും. ഏകദേശം 18 മാസങ്ങൾക്ക് മുമ്പാണ്, കൃത്യമായി പറയുകയാണെങ്കിൽ 2024 ഡിസംബറിലാണ് അദ്ദേഹം ആകൃതി ഹോസ്പിറ്റലിൽ താനെയിൽ അഡ്മിറ്റ് ആകുന്നത്. ആ സമയത്ത് തൊട്ട് അദ്ദേഹത്തിന് ഈ ബ്രെയിൻ ക്ലോട്ടുമായി ബന്ധപ്പെട്ട് രക്തസ്രാവം, തലച്ചോറിലെ രക്തസ്രാവവുമായി ബന്ധപ്പെട്ടുള്ള ചികിത്സയിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അദ്ദേഹത്തിന് 2 കാര്യങ്ങളാണ് ഒട്ടും മാറ്റി നിർത്താൻ കഴിയാത്ത. ഒന്ന് മദ്യപാനം, മറ്റൊന്ന് പുകവലി. അതിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം മദ്യം പൂർണ്ണമായും മാറ്റി നിർത്തുകയാണ്. പക്ഷേ എന്നാൽ പോലും അദ്ദേഹം പുകവലിക്കുന്നുണ്ട്. ആ ഒരു സാധ്യത, അല്ലെങ്കിൽ പുകവലിക്കുന്നതിലൂടെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ കൊണ്ടെത്തിക്കുന്ന ഒരു ബ്രെയിൻ സ്ട്രോക്കിലേക്ക് തന്നെയാണെന്നുള്ളതാണ് ആദിൽ ചഗ്ല പറയുന്നത്. അദ്ദേഹമാണ് ഡോക്ടർ, ന്യൂറോ സർജനാണ്. അദ്ദേഹമാണ് കാംബ്ലിയെ നിരീക്ഷിക്കുന്നതും പരിശോധിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട്, ആരോഗ്യവുമായി ബന്ധപ്പെട്ട്, കാംബ്ലിയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് നാളുകളായിട്ടുള്ള പ്രാർത്ഥനകളും ചർച്ചകളും ഒക്കെ സജീവമായി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് അതിന് ചികിത്സ നൽകാൻ വേണ്ടിയിട്ട് മുൻ താരങ്ങൾ തന്നെ രംഗത്തൊട്ടുന്നുണ്ട്. സച്ചിൻ ടെണ്ടുൽക്കർ ഉൾപ്പെടെയുള്ള താരങ്ങൾ അദ്ദേഹത്തിന് ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സുനിൽ ഗവാസ്കറും കപിൽ ദേവും ഉൾപ്പെടെയുള്ള താരങ്ങൾ രംഗത്തെത്തുന്നുണ്ട്. ഇതെല്ലാം പിന്നണിയിൽ നടക്കുന്നുണ്ട്. റീഹാബിലേക്ക് മാറ്റാവുന്ന രീതിയിലേക്ക് വരെ ഈ താരങ്ങളെല്ലാം മാറുന്നുണ്ട്. 1983 വേൾഡ് കപ്പ് ടീമുമായി ബന്ധപ്പെട്ട് വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്. അതിൽ തന്നെ ഈ കാംബ്ലിയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടുള്ള ഫിനാൻഷ്യൽ പ്രശ്നങ്ങളൊക്കെ തന്നെ അവർ നടത്തി വരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ സാഹചര്യം ഒക്കെ ഉണ്ട്. പക്ഷേ മാർക്കസ് കൂട്ടോയുടെ ഇപ്പോഴുള്ള വാക്കുകൾ അദ്ദേഹം പറയുന്നത്, കാംബ്ലിയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മ ഇടയ്ക്ക് വരും പോകും, അദ്ദേഹത്തിൻ്റെ ഓർമ്മ നിൽക്കുന്നില്ല. ചില കാര്യങ്ങൾ പെട്ടെന്ന് ഓർക്കും, പക്ഷെ അപ്പോൾ തന്നെ മറന്നു പോകുന്നൊരു സാഹചര്യമുണ്ട്. അദ്ദേഹത്തിന് ഒരു വാക്കിംഗ് സ്റ്റിക്ക് ഉണ്ട്. ആ വാക്കിംഗ് സ്റ്റിക്ക് വെച്ച് അദ്ദേഹം നടക്കാറുണ്ട്. പരിചയമില്ലാത്ത ആളുകളോട് വരെ സിഗരറ്റ് വേണമെന്ന് ചോദിക്കാറുണ്ട് എന്നതാണ് അദ്ദേഹം പറയുന്നത്. അത് വളരെ ഗുരുതരമായ ഒരു കാര്യം കൂടിയാണ്. അദ്ദേഹത്തിന് പുകവലിയിൽ നിന്ന് ഒരിക്കലും മാറാൻ കഴിയുന്നില്ല. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് സാഹചര്യം. ഈ ചോദിക്കുന്നവരൊക്കെ തന്നെ കാംബ്ലിക്ക് സിഗരറ്റ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്തോ സഹായം ചെയ്യുന്ന പോലെയാണ് അവർക്ക് തോന്നുന്നത്. കാരണം മുൻ ഇന്ത്യൻ താരം ചോദിക്കുന്നു, അത് കൊടുക്കുന്നു എന്നുള്ള ആസ്പെക്റ്റിലാണ് അവർ നിൽക്കുന്നത്. പക്ഷേ അവരറിയുന്നില്ല കാംബ്ലിയുടെ ആരോഗ്യം എത്രമാത്രമാണ് മോശമായി മാറിക്കൊണ്ടിരിക്കുന്നതെന്ന്. പൂർണ്ണമായും മദ്യപാനം കാംബ്ലി മാറ്റുന്നുണ്ടെങ്കിൽ പോലും ഈ പുകവലിയുമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധികൾ മുന്നോട്ട് പോകുന്നുണ്ട്. അത് സ്ട്രോക്കിലേക്ക് നീങ്ങും എന്നാണ് പറയുന്നത്. ഏകദേശം ഈ 18 മാസത്തോളമായിട്ട് ഇങ്ങനെ ആശുപത്രിയിലായിട്ട് തന്നെയാണ് കാംബ്ലി നിൽക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ കുറച്ച് ആശ്വാസകരമായ വാക്കുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും പിന്നീട് അത് വീണ്ടും മാറുന്നൊരു സാഹചര്യമുണ്ടായി. തലച്ചോറിൽ രക്തം കട്ട പിടിക്കുന്നതോടുകൂടി ആ ക്ലോട്ടിങ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ആ ക്ലോട്ട് സ്ട്രോക്കാക്കി നീങ്ങിക്കഴിഞ്ഞാൽ കാംബ്ലിയുടെ ശരീരത്തിൽ ഇംബാലൻസ് തന്നെ ഒരു പ്രശ്നമായി നിൽക്കാനോ നടക്കാനോ പോലും കഴിയാതെ വരും. ഈ പുകവലിക്കുന്നതിലൂടെ കൂടി ഡയറക്റ്റ്ലി ബ്രെയിനിലോട്ടാണത് ബാധിക്കുന്നത്. ബാക്കി ലിവർ, കിഡ്നി, ലങ്സിനെക്കാളുപരി ബ്രെയിനിലേക്ക് ഡയറക്റ്റ് ബാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ന്യൂറോ സർജൻ്റെ റിപ്പോർട്ട് പ്രകാരം മനസ്സിലാവുന്നത്. പക്ഷേ കാംബ്ലിയുടെ ആരോഗ്യം വളരെ ഗുരുതരമായ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. നിലവിൽ ക്ലോട്ടിംഗ് ആണ്, പക്ഷേ സ്ട്രോക്കിലേക്ക് നീങ്ങാനുള്ള സാധ്യത നീങ്ങുന്നു. ഫിനാൻഷ്യലി സഹായിക്കാനായിട്ട് മുൻ താരങ്ങൾ ഉൾപ്പെടെ രംഗത്തെത്തുന്നുണ്ട്. പക്ഷേ വളരെ വേദനാജനകമാണ്. ഒരു കാലത്ത് ഫ്യൂച്ചർ ഓഫ് ഇന്ത്യൻ ക്രിക്കറ്റ് എന്ന് വളരെ വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത് സച്ചിനോടൊപ്പം തന്നെ ഐതിഹാസികമായ ഒരു പാർട്ട്ണർഷിപ്പ് തന്നെ ഇതുവരെ ആരും ബ്രേക്ക് ചെയ്യാൻ കഴിയാത്ത ആ പാർട്ട്ണർഷിപ്പ് വരെ തീർത്ത കാംബ്ലിയുടെ അവസ്ഥ എന്ന് കാണുമ്പോഴേക്കും വളരെ പ്രശ്നമാണ്. പക്ഷേ കഴിഞ്ഞ വർഷം തന്നെ ഇരുവരുടെയും കോച്ചായ അച്ഛേക്കറുടെ മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് ഇരുവരും, സച്ചിനും കാംബ്ലിയും കൂടി ഒരുമിച്ച് കണ്ട ഒരു വീഡിയോ വളരെയധികം വൈറലായിരുന്നു. ഏകദേശം ഒരു 10 വർഷത്തിനിടയിൽ കാംബ്ലി വീണ്ടും ടെലിവിഷൻ സ്ക്രീനിലേക്ക് വന്നിരുന്നു. ഒരു പരസ്യത്തിലൂടെ, ഒരു ഐസ്ക്രീം അഡ്വർടൈസ്മെൻറ്റ്സിലൂടെ കാംബ്ലി വീണ്ടും
വന്നത് നമ്മൾ കണ്ടതാണ്. ആ അഡ്വർടൈസ്മെൻറ്റും വൈറലായി മാറി. അങ്ങനെ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും തന്നെ ഈ പുകവലിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ അത് ഇതുവരെ അദ്ദേഹത്തിന് ക്വിറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. സ്മോക്കിംഗ് ക്വിറ്റ് ചെയ്യാൻ കഴിയാത്തത് അദ്ദേഹത്തിന് ഇപ്പോഴും വലിയൊരു പ്രശ്നമായി മാറുകയാണ്. അത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ വല്ലാത്ത രീതിയിൽ ബാധിക്കുന്നു. കാരണം വളരെ ഫ്രജൈലായിട്ട് നിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം എന്നുള്ളതാണ് മെഡിക്കൽ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. അതിൽ എന്തെങ്കിലും രീതിയിൽ ഇനിയും തുടരാനാണ് സാഹചര്യമെങ്കിൽ അത് സ്ട്രോക്കിലേക്ക് നീങ്ങാതെ തന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ അത് ഗണ്യമായി ബാധിക്കും. കാരണം അത് പ്രിവെൻറ്റ് ചെയ്യാനോ അദ്ദേഹത്തിന് കൃത്യമായ ഒരു ആരോഗ്യം നിലവിലില്ല. അത് അദ്ദേഹത്തിന് തന്നെ ഉള്ളിൽ അത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള ആരോഗ്യസ്ഥിതി തൽക്കാലം കാംബ്ലിക്കില്ല. വല്ലാത്ത ക്ഷീണിതരാണ് അദ്ദേഹം എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അത് വേദനാജനകം തന്നെയാണ് എന്നുള്ളതാണ് മാർക്കസ് കൂടിയുടെ നിലവിലത്തെ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് പുറത്തു പറയുന്ന കാര്യവുമായി പറയുന്നത്. പക്ഷേ ഫിനാൻഷ്യലി ഇന്ത്യൻ താരങ്ങൾ ഉൾപ്പെടെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഉടൻ തന്നെ അദ്ദേഹം സുഖം പ്രാപിക്കുമെന്ന് വിശ്വസിക്കും. വ്യക്തമാണ്. MS ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. സച്ചിൻ തെണ്ടുൽക്കറെ പോലെ ഇന്ത്യൻ ക്രിക്കറ്റിലൊരു ഇതിഹാസ താരമായി വളരേണ്ട താരമായിരുന്നു വിനോദ് കാംബ്ലി. പക്ഷേ കളത്തിന് പുറത്തും അകത്തുമൊക്കെയുള്ള വിവാദങ്ങളാണ് കാംബ്ലിയുടെ ജീവിതം തന്നെ തകർത്തത്. പക്ഷേ പല കായിക താരങ്ങൾക്കും സെലിബ്രിറ്റികൾക്കുമൊക്കെ ഈ കാംബ്ലിയുടെ ജീവിതം ഒരു പാഠമാകേണ്ടതാണ്. പലപ്പോഴും നമ്മൾ ഈ വലിയ താരോദയത്തിലേക്ക് വളർന്നു വരുമ്പോൾ, അല്ലെങ്കിൽ വലിയ താരമായി വളർന്നു വരുമ്പോൾ ഇതുപോലെ ദുശീലങ്ങളും അതല്ലെങ്കിൽ വഴിവിട്ട ജീവിതവും പല സൗഹൃദങ്ങളൊക്കെ നമ്മുടെ ഇടയിലേക്ക് കടന്നു വരാം. പക്ഷെ അതിനെ കൃത്യമായി നിയന്ത്രിച്ചില്ലെങ്കിൽ, അതിനെ അകറ്റി നിർത്തിയില്ലെങ്കിൽ അത് അവരുടെ പ്രതിഭയെ ബാധിക്കാം, അവരുടെ മുന്നോട്ടുള്ള യാത്രയെ ബാധിക്കാം. അതാണ് വിനോദ് കാംബ്ലിക്ക് സംഭവിച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.